പാലക്കാട്ടേക്ക് പിന്നീട് ആ ഓഫീസ് പൂട്ടി മുങ്ങിയതിനു ശേഷം അങ്ങോട്ടേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പുണ്ട്. പിന്നെ എവിടെ പോയി എന്നതാണ് ചോദ്യം. പാലക്കാട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരിൽ നിന്നും വിശ്വസ്തരിൽ നിന്നൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? ഏതൊക്കെ മേഖലകളിലാകും ഇന്നത്തെ ഈ പകലിൽ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തുക? സൈഫുവാൻ വിദ്യ, ഗുഡ് മോർണിംഗ്. രാഹുൽ എവിടെയാണെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നും നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾക്ക് പോലും ഇപ്പോഴും രാഹുൽ എവിടെയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അതായത് രാഹുലിന്റെ ഫോണുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രാഹുലിന്റെ ഫോണ് അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അദ്ദേഹം മറ്റൊരു ഫോൺ എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റൊരു സിം എടുത്തായിരിക്കാം വേണ്ടപ്പെട്ടവരെ മാത്രം പ്രത്യേകമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം ഈ കോടതി വിവരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല, 2 ഫോണും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇപ്പോഴും ഒളിവിൽ തുടരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് ഉണ്ടോ, അല്ലെങ്കിൽ പാലക്കാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ തമിഴ്നാട് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അവിടെങ്ങളിലൊക്കെ ഉണ്ടാകാം എന്നുള്ള ഒരു സൂചന മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. അന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സുഹൃത്തിന്റെ കാറിൽ ഇവിടെ നിന്ന് പോയതാണ്. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റന്നാളെ ബുധനാഴ്ച അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. അതിനുശേഷം കോടതിയുടെ നടപടിക്രമങ്ങൾ എന്താണെന്ന് നോക്കിയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പുറത്തു വരാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ അദ്ദേഹം എവിടെയാണെന്ന് സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു വ്യക്തത വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം അന്വേഷണ സംഘം ഇന്നലെ പാലക്കാട് അദ്ദേഹം താമസിച്ച ഫ്ളാറ്റിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിട്ടുണ്ട്. കാരണം ഈ യുവതിയുടെ മൊഴി പ്രകാരം മെയ് അവസാന വാരം ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ള കൃത്യമായ മൊഴിയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഫ്ളാറ്റിലെത്തി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ തിരിച്ചടിയായത് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ PIയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ കൂടുതൽ വിവരശേഖരണങ്ങളും പരിശോധനകളും ഉണ്ടാവും. ഇന്നും അന്വേഷണ സംഘം ഫ്ളാറ്റിൽ വരും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സമീപത്തുള്ള ഫ്ളാറ്റിന്റെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ അന്വേഷണ സംഘം ഇന്നും വ്യാപകമായുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ അന്വേഷണവും വിവരശേഖരണവും ഒക്കെ നടത്താനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല അന്നേ ദിവസം, അതായത് രാഹുൽ ഇവിടെ നിന്ന് പോയ അന്നേ ദിവസത്തിലെ പ്രദേശങ്ങളിലുള്ള 9 പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പാലക്കാട് പോലീസിന്റെയും സഹായത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘം വ്യാപകമായ പരിശോധനയും തെളിവെടുപ്പുകളും ഒക്കെ ശേഖരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ നമുക്കറിയാം, പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപായി പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ശേഖരിക്കുകയും ചെയ്തത്. തിരിച്ചടിയായത് അവിടെ ആ സമയത്തെ ഫ്ളാറ്റിൽ വന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനും സമാനമായ, അല്ലെങ്കിൽ ആ സമയത്തുള്ള മറ്റിടങ്ങളിൽ നിന്നുള്ള പരമാവധി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്.